ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ബില്ലി കൊലിൻസ് എഴുതിയ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന പോം ഡിസ്കസ് ചെയ്യാം. അദ്ദേഹം ഈ പോവും 1988 പബ്ലിഷ് ചെയ്തത്. നേച്ചർ ഓഫ് പോയട്രിയെക്കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ ഒരു കവിതയാണ് ബില്ലി കൊലിൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന ഈ കവിത. പോയട്രിയെ എങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യണം, അതുപോലെ പോയട്രിയെ എങ്ങനെ റീഡ് ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കണം എന്നെല്ലാം കവിയുടെ പറഞ്ഞു തരുന്നു. അപ്പോൾ പോയട്രി ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ് എന്നാണ് കവി പറയുന്നത്. കവിതയെ അനുഭവിക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ വായനക്കാർ ഒരു കവിതയുടെ അർത്ഥം ബലമായി വേർതിരിച്ചെടുക്കുന്നതിന് പകരം അനുഭവിക്കുകയോ ഇല്ലെങ്കിൽ അഭിനന്ദിക്കുകയോ ചെയ്യണമെന്നാണ് ഈ കവിത സൂചിപ്പിക്കുന്നത്. അതായത് വിശകലന മനോഭാവത്തോടെയല്ല, മറിച്ച് എങ്ങനെ ഒരു തുറന്നതും ഭാവനാത്മകവുമായ അനുഭവത്തോടെ കവിതയെ സമീപിക്കാനാണ് പോയറ്റ് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കവിത എങ്ങനെ വായിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ കവിത. അപ്പോൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച്, അതായത് അനുഭവപരമായ സമീപനത്തിനാണ് ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ ഈ പോം എന്ന് പറയുന്ന ഒരു മെറ്റഫറാണ്, അതായത് ഹൗ പീപ്പിൾ അപ്രോച്ച് പോയട്രി, അതായത് നമ്മൾ കവിതയെ എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഒരു രൂപകമാണ് ഈ കവിത. അപ്പം നമുക്ക് കവിതയിലോട്ട് കടക്കാം. I asked them to take a poem and hold it up to the light like a color slide. ഒരു പ്രകാശ സ്രോതസ്സിന് കീഴിൽ ഒരു കളർ സ്ലൈഡ് പരിശോധിക്കുന്നത് പോലെ ഒരു കവിതയെ അത്ഭുത ബോധത്തോടെയും പരിവേഷണ ബോധത്തോടെയും സമീപിക്കണമെന്നാണ് കവി പറയുന്നത്. അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം പോയട്രിയെ? ഒരു സെൻസ് ഓഫ് വണ്ടറോടെ, സെൻസ് ഓഫ് എക്സ്പ്ലോറേഷനോടെ അപ്രോച്ച് ചെയ്യണം. അത് നമ്മൾ വായിക്കുന്ന കവിത നമ്മൾ എടുത്ത് വിശകലനം ചെയ്യുക, എന്നാൽ അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഘട്ടത്തിലേക്ക് അത് വിശകലനം ചെയ്യരുത് എന്നാണ് കവി പറയുന്നത്. അത് കവിത ശരി കേൾക്കാനും അതിൻ്റെ ഭാഷ, ശബ്ദം എന്നിവ മനസ്സിലാക്കാനും പോയിട്ട് വിദ്യാർത്ഥികളോട് പറയുകയാണ്. ഇനി അടുത്ത ലൈൻ നോക്കിയേ, ഓർ പ്രസ് ആൻഡ് ഇയർ എഗെയിൻസ്റ്റ് ഇറ്റ്സ് ഹൈവ്. അപ്പോൾ ഹൈവ് അതായത് കവിതയുടെ ഒരു രൂപകമായി പ്രവർത്തിക്കുന്നു ഇവിടെ. അത് മെറ്റഫറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോയറ്റിക് വർക്കിലെ ഓഡിറ്ററി ഇമേജിനെയാണ്. അപ്പോൾ കവിത വായിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധാപൂർവമായ സമീപനത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ കവിതയുടെ ശബ്ദങ്ങൾ, താളം, മൊത്തത്തിലുള്ള വികാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ ആണ് ഇവിടെ കവി പറയുന്നത്. അതിന് പ്രസ് ആൻഡ് ഇയർ എന്നാണ് പറയുന്നത്. അതായത് ആ വാചകം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കവിതയുടെ ശബ്ദങ്ങളിലും താളങ്ങളിലും മുഴുകാനും, അതുപോലെ തന്നെ കവിതയുടെ ശബ്ദം കേൾക്കാനും അതിൻ്റെ ഊർജം അനുഭവിക്കാനും വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ കവി. അപ്പോൾ ഇവിടെ എന്താണ് എംഫസൈസ് ചെയ്യുന്നത്? അതായത് പോയം അല്ലെങ്കിൽ പോയട്രി ജസ്റ്റ് ഇൻ്റലക്ച്വലി അനലൈസ് മാത്രം ചെയ്യാതെ ആ പോം നല്ലോണം ലിസൺ ചെയ്യുകയും ഫീൽ ചെയ്യണം എന്നുമാണ് കവി പറയുന്നത്. I say drop a mouse into a poem and watch him probe his way out. ഈ പ്രോബിംഗ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഗ്രാജുവൽ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അപ്രിസിയേഷനെയാണ്. അപ്പോൾ ഒരു കവിതയെ അഭിമുഖീകരിക്കുമ്പോൾ വായനക്കാരന് ഉണ്ടാകുന്ന പ്രാരംഭ ആശയക്കുഴപ്പത്തെയാണ് ഈ മൗസ് പ്രതീകപ്പെടുത്തുന്നത്. അത് ഭാഷയോടും ഇമേജറിയോടും വായനക്കാരനുള്ള ഒരു പ്രാരംഭ അപരിചിത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് മൗസ് പ്രോബ് ഇറ്റ്സ് വേ ഔട്ട് എന്ന് സജസ്റ്റ് ചെയ്യുന്നത് കവിതയുടെ അർത്ഥം ക്രമേണ മനസ്സിലാക്കുന്ന ആ പ്രക്രിയയുടെ ഒരു രൂപകമായി എടുത്തു കാണിക്കുകയാണ് ഇവിടെ. അപ്പം മൗസ് എന്ന് പറയുമ്പം കവിതയിൽ ഒരു ന്യൂ കമർ, പുതുതായി വരുന്ന ഒരു വായനക്കാരൻ, അതുപോലെ അത് എങ്ങനെയാണ് വായനക്കാരൻ വരുന്നത്? ഒരു തുറന്ന മനസ്സോടെ, അതുപോലെ വില്ലിംഗ് ടു എക്സ്പ്ലോർ, അത് പരിവേഷം ചെയ്യാനുള്ള ഒരു സന്നദ്ധതയോടു കൂടി സമീപിക്കുന്ന ഒരാളെയാണ് ഈ മൗസ് എന്നുള്ളത് കൊണ്ട് പ്രതീകപ്പെടുത്തുന്നത്. അതുപോലെ ഡ്രോപ്പ് ദ മൗസ്, അത് ഈ ആക്ഷൻ സിഗ്നിഫൈ ചെയ്യുന്നത് കവിതയുമായി എൻഗേജ് ചെയ്യുന്ന, അത് ആക്ട്, ആ പ്രവൃത്തിയാണ്. ഓക്കെ, ദ മൗസ് മൂവ്മെൻറ്റ് ത്രൂ ഔട്ട് ദ പോയം റെപ്രസെൻ്റ് ചെയ്യുന്ന വായനക്കാരൻ്റെ ധാരണയുടെയും വ്യാഖ്യാനത്തിൻ്റെയും ആ യാത്രയെ പ്രതിനിധീകരിക്കുന്നു. അപ്പം ഈ എലി തടസ്സങ്ങൾ നേരിടുകയോ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിലാകുകയോ ഒടുവിൽ ഒരു വഴി കണ്ടെത്തുകയും ചെയ്തേക്കാം. അതുപോലെ ഒരു വായനക്കാരൻ തുടക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു കവിതയുടെ അർത്ഥം ഗ്രഹിക്കാൻ പാടുപെട്ടേക്കാം, പക്ഷേ ഒടുവിൽ അത് മനസ്സിലാക്കാനുള്ള വഴി കണ്ടെത്തുകയും ചെയ്തേക്കാം എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. അപ്പം ഈ എൻറ്റയർ ഫ്രേസ് ഒരു മെറ്റഫറാണ്, അതായത് വായനക്കാർ കവിതയെ എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഒരു രൂപകം, ഒരു മെറ്റഫറാണ് ഈ ഫ്രേസ്. അപ്പം കവിതയിൽ നിന്നും അത് ഒരു ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഫോഴ്സ് എ സ്പെസിഫിക് മീനിങ് ഔട്ട് ഓഫ് ഇറ്റ്, അത് കവിതയിൽ നിന്ന് ഒരു പ്രത്യേക അർത്ഥം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ എന്താ ചെയ്യേണ്ടത്? വാക്കുകളിലും ഭാവനകളിലും വികാരങ്ങളിലും മുഴുകുകയും അതുപോലെ കവിതയെ അതിൻ്റെതായ വ്യാഖ്യാനത്തിലേക്ക് നയിക്കുകയും അനുഭവിക്കുകയും വേണം. അതായത് പോയിറ്റ് എന്താ പറയുന്നത് വെച്ചാൽ ലെറ്റ് ദ പോം ലീഡ് ദം ടു ഇറ്റ്സ് ഓൺ ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് കവി പറയുന്നത്.
അടുത്ത വരി നോക്കാം. ഓർ വാക്ക് ഇൻസൈഡ് ദ പോംസ് റൂം ആൻഡ് ഫീൽ ദ വോൾസ് ഫോർ എ ലൈറ്റ് സ്വിച്ച്. ഈ വോൾസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ സ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജ് ഓഫ് ദ പോമാണ്. അപ്പം കവിതയെ തന്നെ ഒരു മുറി, ആ ഒരു റൂമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ആ കവിതയിലെ സ്റ്റാൻസാസ് ആ ഇടത്തിനുള്ളിൽ വ്യത്യസ്ത മേഖലകളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു മുറി പരീക്ഷണം ചെയ്യുന്ന പോലെ, അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു റൂം എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ അതിലൂടെ പതുക്കെ നടക്കാൻ വായനക്കാരെ കവി ക്ഷണിക്കുകയാണ്. അപ്പോൾ കവിത അല്ലെങ്കിൽ കവിതയുടെ ആ അർത്ഥം തുടക്കത്തിൽ ഒരു ഇരുണ്ട മുറി പോലെ അവ്യക്തമായിരിക്കും എന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ അവ്യക്തമാണെങ്കിലും ആ ലൈറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് കവിതയുടെ അർത്ഥം മനസ്സിലാക്കുന്ന ആ നിമിഷത്തെ, അതായത് ഒരു മുറി പ്രകാശിപ്പിക്കാൻ ഒരു സ്വിച്ച് അമർത്തുന്നത് പോലെ താക്കോൽ കണ്ടെത്തുന്ന ഒരു ബിന്ദുവാണ് ഈ ലൈറ്റ് സ്വിച്ച്. അപ്പം ഈ സ്വിച്ച് കണ്ടെത്തുമ്പോൾ നമുക്കറിയാം, അത് സ്വിച്ച് കണ്ടെത്തുമ്പോൾ, അതായത് അർത്ഥം കണ്ടെത്തുമ്പോൾ അല്ലെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ മുറി പോലെ കവിതയും വെളിച്ചവും വ്യക്തവും കൊണ്ട് നിറയും എന്നാണ് കവി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഐ വാണ്ട് ദം ടു വാട്ടർ സ്കീ എക്രോസ് ദ സർഫസ് ഓഫ് എ പോം. അപ്പം കവിത വായിക്കുന്നത് വെള്ളത്തിൽ തെന്നി നീങ്ങുന്നത് പോലെ എളുപ്പമാണെന്ന് കാണിക്കാൻ ബില്ലി കൊലിൻസ് വാട്ടർ സ്കീയിങ് എന്ന രൂപവും ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പം കവിതാ വായന സുഗമവും അതുപോലെ രസകരവുമായിരിക്കണം. ഇതുപോലെ വാട്ടർ സ്കീയിങ് പോലെ, അതാണ് അദ്ദേഹത്തിന് വേണ്ടുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ നേരെ വിപരീതമാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ കവിത വായിക്കുമ്പോൾ വായനക്കാർക്ക് ആവേശം തോന്നണമെന്നാണ് കവി ഇവിടെ ആഗ്രഹിക്കുന്നത്. അതായത് ആഴത്തിലുള്ള വിശകലനത്തിന് കടക്കുന്നതിന് മുമ്പ് ഭാഷയുടെ ഒഴുക്കും സൗന്ദര്യവും ആസ്വദിക്കണമെന്നും ഈ വരി സൂചിപ്പിക്കുന്നു. വേവിങ് അറ്റ് ദ ഓതേഴ്സ് നെയിം ഓൺ ദ ഷോർ. ഈ കരയിലിരിക്കുന്ന ഒരാളെ കൈവീശി കാണിക്കുന്നത് പോലെ, അത് ഈ പ്രവൃത്തി കരയിലെ ഒരു സുഹൃത്തിനെ അംഗീകരിക്കുന്നത് പോലെ, അതായത് രചയിതാവിൻ്റെ കൃതിയെ വായനക്കാരൻ അംഗീകരിക്കുകയോ ഇല്ലെങ്കിൽ വിലമതിക്കുകയോ ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് കവിത വായിക്കുന്നത് ഒരു ഏകാന്ത അനുഭവമല്ല, അതായത് ഒരു സോളിറ്ററി എക്സ്പീരിയൻസ് അല്ല, മറിച്ച് ആ വായനക്കാരനും രചയിതാവും തമ്മിലുള്ള ഒരു സംഭാഷണമാണെന്ന് ഈ വാചകം എടുത്തു കാണിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ കരയിലിരിക്കുന്ന ഒരാളെ കൈവീശി കാണിക്കുന്നത് പോലെ എന്നതിനർത്ഥം കവിയുമായും അവരുടെ സന്ദേശവുമായും ഒരു കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു മെറ്റഫർ, ഒരു രൂപകമാണ്. ഓക്കെ, ഇത് സിംപ്ലൈസ് ചെയ്യുന്ന റീഡേഴ്സിൻ്റെ അക്നോളജ്മെൻറ്റും അതുപോലെ അപ്രീസിയേഷൻ ഓഫ് ദ ഓതേഴ്സ് വർക്കുമാണ്. ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. ബട്ട് ഓൾ ദേ വോണ്ട് ടു ഡു ഇസ് ടൈ ദ പോയം ടു എ ചെയർ വിത്ത് റോപ്പ് ആൻഡ് ടോർച്ചർ എ കൺഫെഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ബില്ലി കൊലിൻസ് ഒരു കവിതയുടെ അർത്ഥം വിദ്യാർത്ഥികൾ പലപ്പോഴും ബലപ്രയോഗത്തിലൂടെ വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെ വിമർശിക്കാൻ വേണ്ടിയാണ് അതായത് കവിതയെ ടോർച്ചറിങ് എന്ന ഈ രൂപകം ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഫോഴ്സ്ഫുള്ളി ട്രൈ ടു എക്സ്ട്രാക്ട് എ പോയംസ് മീനിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കവിതയെ ഒരു കസേരയിൽ കയറിൽ കെട്ടുക, അതായത് കവിത വിശകലനം ചെയ്യുന്നതിനുള്ള കർക്കശവും അതുപോലെ തന്നെ നിയന്ത്രിതവുമായ ഒരു സമീപനത്തെയാണ് ഈ ഇമേജറി സൂചിപ്പിക്കുന്നത്. അത് ഈ സമീപനത്തിൻ്റെ ശക്തമായ, മിക്കവാറും ഒരു ക്രൂരമായ സ്വഭാവത്തെ ഇത് ഊന്നിപ്പറയുന്നു. കവിത ഇല്ലെങ്കിലും അതിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതും നിർണായകവുമായ ഒരു അർത്ഥം വേർതിരിച്ചെടുക്കാൻ വായനക്കാരൻ ശ്രമിക്കുന്നു എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അതായത് ഭാവനാത്മകമായ രീതിയിൽ ഒരു കവിതയിൽ മുഴുകുന്നതിന് പകരം ഒരൊറ്റ നിർണായകമായ അർത്ഥം വെളിപ്പെടുത്താൻ ഒരു കവിതയെ നിർബന്ധിക്കുന്നതിനുള്ള ഒരു രൂപകമാണ് ഈ വരികൾ. They begin beating it with the oars to find out what it really means. അപ്പം ഇതൊരു ഫോഴ്സ്ഫുൾ മെറ്റഫറാണ്. അത് പോയട്രി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന്, വ്യാഖ്യാനത്തിനായുള്ള ആ അമിതമായ അല്ലെങ്കിൽ ആ തീക്ഷ്ണമായ സമീപനത്തെയാണ് ഈ വരി എടുത്തു കാണിക്കുന്നത്. അതായത് കവിതയിൽ നിന്ന് അർത്ഥം വേർതിരിച്ചെടുക്കാൻ വായനക്കാർ നടത്തുന്ന ആക്രമണാത്മക ശ്രമങ്ങളെ പ്രതീകപ്പെടുത്തുന്നതാണ് ഒരു കവിതയെ ഓസ് കൊണ്ട് അടിക്കുന്നത് എന്ന ഈ ഉപമ. ഇൻട്രൊഡക്ഷൻ ടു പോയട്രി എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത് കവിതയെ തുറന്ന മനസ്സോടെ സമീപിക്കുക. I hope you are clear with this explanation, and if you feel this class useful, share with your friends. Thank you.